കഥയാരംഭിക്കുന്നത് 500 സിഇയിലാണ്. നിയാണ്ടർത്താൽ ഗോത്രത്തിൽപ്പെട്ട ഒരു രാക്ഷസൻ തന്റെ മകൻ ലിറ്റിൽ ഗ്രൻഡിലുമായി ഒരു മലഞ്ചെരുവിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡെൻമാർക്ക് രാജാവ് കിങ് ഹ്രോദ്ഗാറിന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാള സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ സൈനിക സംഘത്തിന്റെ ലക്ഷ്യം ഗ്രൻഡിലിന്റെ അച്ഛനായ രാക്ഷസനെ കൊല്ലുക എന്നതായിരുന്നു. അവരുടെ വരവ് കണ്ടതും ഗ്രൻഡിലിനെ അദ്ദേഹം ഒളിപ്പിച്ചു. അങ്ങോട്ടേക്ക് സൈന്യവുമായി പാഞ്ഞെത്തിയ ഹ്രോദ്ഗാർ ഗ്രൻഡിലിന്റെ അച്ഛനെ വകവരുത്തി അമ്പെയ്തും മറ്റുമായി കൊന്നുതള്ളി. ഗ്രൻഡിൽ ഒളിച്ചിരുന്ന് ഇതൊക്കെ കണ്ടിരുന്നു. ഹ്രോദ്ഗാറിന്റെ കണ്ണിൽ ഗ്രൻഡിൽ പെട്ടെങ്കിലും ഗ്രൻഡിലിനെ കൊണ്ട് തങ്ങൾക്ക് പണിയൊന്നും ഉണ്ടാകില്ല എന്ന് ചിന്തിച്ച് സഹതാപം തോന്നി ഗ്രൻഡിലിനെ അവിടെ ഉപേക്ഷിച്ചിട്ടായിരുന്നു ഹ്രോദ്ഗാർ മടങ്ങിയത്. ഗ്രൻഡിലിന്റെ അച്ഛന്റെ മൃതദേഹം വലിച്ചിഴച്ച് ആ പട്ടാളക്കാർ കടലിന്റെ തീരത്ത് കൊണ്ടുപോയിട്ടിരുന്നു. അവർ പോയി കഴിഞ്ഞതും ഗ്രൻഡിൽ അച്ഛന്റെ ശരീരത്തിനടുത്തേക്ക് നടന്നു ചെന്നു. അച്ഛന്റെ തല വെട്ടിയെടുത്തു. ഹ്രോദ്ഗാറിനും സംഘത്തിനുമെതിരെയുള്ള പ്രതികാരത്തിന്റെ സൂചകമായി അത് സൂക്ഷിക്കാനായിരുന്നു ഗ്രൻഡിൽ തീരുമാനിച്ചത്. വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു. ഗ്രൻഡിൽ വളർന്ന് അച്ഛനെപ്പോലെ കരുത്തുള്ള ഒരു യുവാവായി മാറി. ഒരു ഭീമാകാരൻ. വെട്ടിയെടുത്ത അച്ഛന്റെ തലയൂട്ടി അപ്പോഴും അവൻ അവന്റെ ഗുഹയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നു. അന്ന് നടന്ന കാര്യങ്ങളോർത്ത് ഗ്രൻഡിലിന് പലപ്പോഴും കുറ്റബോധം തോന്നും, വെറിയുമുണ്ടാകും. വെറി വരുമ്പോഴൊക്കെയും പുറത്തിറങ്ങി അവൻ ഹ്രോദ്ഗാറും സംഘവും താമസിക്കുന്ന ഗ്രാമം നോക്കിയലറും. കല്ലെടുത്ത് തലക്കിടിച്ച് സ്വയം വേദന അനുഭവിക്കും. ഒരു രാത്രിയിൽ പ്രതികാരം മൂത്തി അവൻ ഹ്രോദ്ഗാറിന്റെ ഗ്രാമത്തിലേക്ക് കടന്നു കയറി. ഒളിച്ചൊളിച്ച് ഇരുട്ടിന്റെ മറവിൽ നടന്നു ചെന്നിയവൻ അവിടെ കാവൽ നിന്നിരുന്ന പട്ടാളക്കാരെ കൊലപ്പെടുത്തി. ഒടുവിൽ റോയൽ ഹാളിലേക്കും കടന്നു ചെന്നു. അടുത്ത ദിവസം വിവരമറിഞ്ഞ ആ ഹാളിലേക്കെത്തിയ ഹ്രോദ്ഗാർ അവിടുത്തെ കാഴ്ച കണ്ട് ഭയപ്പെട്ടിരുന്നു. സൈനികരൊക്കെ കൊല്ലപ്പെട്ട് കിടക്കുന്നു. പലരുടെയും തലയൊർത്തിരിക്കുന്നു. കഥ അവിടെ നിന്നും ഗീറ്റ്ലാൻഡ് എന്ന പേരുള്ള മറ്റൊരു രാജ്യത്തേക്ക് തിരിയുകയാണ്. ഗീറ്റ്ലാൻഡിലേക്ക് ബിയോവുൾഫും സംഘവും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബിയോവുൾഫിനെ സംബന്ധിച്ച് യുദ്ധങ്ങൾ അവന് ഗെയിമുകൾ പോലെയായിരുന്നു. ശക്തനായ സമർത്ഥനായ ഒരു യുവാവാണ് അവൻ. എതിരാളികളെ ശരവേഗത്തിൽ കൊന്നൊടുക്കുന്നവൻ. കഴിഞ്ഞ യുദ്ധത്തിന്റെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കെ ബിയോവുൾഫിനും സംഘത്തിനും ആ വാർത്ത വന്നെത്തിച്ചേർന്നു. ഡെൻമാർക്കിൽ ഒരു രാക്ഷസൻ റോയൽ ഹാളിൽ കടന്നുവന്ന് നിരവധി പേരെ കൊലപ്പെടുത്തിയ വാർത്ത. എഴുന്നേറ്റ് നിന്ന ബിയോവുൾഫ് വാളുയർത്തി പ്രതിജ്ഞ ചെയ്തു പറഞ്ഞു, ഞാൻ ആ ഭീമാകാരനെ, ആ രാക്ഷസനെ കൊന്നുതള്ളും. വിജയശ്രീ ലാളിതനായി ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തും. അവിടുത്തെ രാജാവിന്റെ അനുവാദത്തോടെ അധികം വൈകാതെ ബിയോവുൾഫും സംഘവും ഡെൻമാർക്കിലേക്ക് പുറപ്പെട്ടു. ആ യാത്ര പോലും അപകടം പിടിച്ചതായിരുന്നു. ഐസുറന്ന തണുത്ത വെള്ളമൊഴുകുന്ന സമുദ്രത്തിലൂടെ വേണം അവർക്ക് യാത്ര ചെയ്യാൻ. യാത്രക്കിടയിൽ പലപ്പോഴും വെളുത്ത കൈയുള്ള ഒരു ജീവി അവരെ ആക്രമിക്കാനും ശ്രമിച്ചു. സീഹാഗ് എന്നാണ് അത് വിളിക്കപ്പെടുന്നത്. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ രക്ഷ തേടി അവർ ഒരു തരത്തിൽ ഡെൻമാർക്കിലേക്ക് എത്തിച്ചേർന്നു. ഇതേ സമയം ഡെൻമാർക്ക് രാജാവ് ഹ്രോദ്ഗാർ ആകട്ടെ ആകെ തകർന്ന മട്ടിലായിരുന്നു. ഹ്രോദ്ഗാറിനോട് ഏറെ അടുപ്പമുള്ളവരെയാണ് ഗ്രൻഡൽ വകവരുത്തി കളഞ്ഞത്. അതയാളെ മാനസികമായി വല്ലാതെ ബാധിച്ചിരുന്നു. ഹ്രോദ്ഗാറിന്റെ രാജ്ഞി ഹ്രോദ്ഗാറിനോട് ധൈര്യത്തോടെ തുടരാൻ പറഞ്ഞെങ്കിലും ഹ്രോദ്ഗാറിന് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വൈകാതെ അന്ന് കൊല്ലപ്പെട്ടവരുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ ഒരു പുരോഹിതൻ തന്റെ ആദരാഞ്ജലികൾ അറിയിച്ചു. ബ്രാൻഡൻ എന്നായിരുന്നു അയാളുടെ പേര്. പ്രാർത്ഥനയിലൂടെ കരുത്താർജിക്കാൻ ഹ്രോദ്ഗാറിനോട് അയാൾ പറഞ്ഞു. പക്ഷേ പ്രാർത്ഥനകൾ കൊണ്ട് ഇതൊന്നും തടയാൻ സാധിക്കില്ല എന്നായിരുന്നു ഹ്രോദ്ഗാറിന്റെ മറുപടി. അധികം വൈകാതെ ആ ഗ്രാമത്തിലേക്ക് ബിയോവുൾഫ് വന്നെത്തി. ഗ്രാമം മുഴുവൻ ഭീതിയിൽ താറുമാറായി കിടക്കുകയാണ് എന്ന് ബിയോവുൾഫ് മനസ്സിലാക്കി. ആ സമയം അവിടെ മാറി നിന്ന സെൽമ എന്ന് പറയുന്ന ഒരു ലേഡിയെ ബിയോവുൾഫ് നോക്കിക്കാണുന്നുണ്ട്. അവിടുത്തെ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു, അവളുടെ അടുത്തേക്ക് പോവണ്ട, അവളൊരു വിച്ചാണ്, അഥവാ മന്ത്രവാദിനി. ബിയോവുൾഫിനെ കണ്ടതും പ്രതീക്ഷയോടെ ഹ്രോദ്ഗാർ ബിയോവുൾഫിന്റെ അടുത്തേക്ക് ചെന്നു. അന്ന് വൈകിട്ട് ബിയോവുൾഫിനെയും സംഘത്തെയും വെൽക്കം ചെയ്ത് അവിടെ വലിയൊരു വിരുന്ന് തന്നെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഹ്രോദ്ഗാറിന്റെ ആവേശവും ഉണർവുമെല്ലാം ഇല്ലാതായി പോയിരുന്ന അവസരമായതുകൊണ്ട് കീനായിരുന്നു വേണ്ട വെൽക്കമിംഗ് ഒക്കെ നടത്തിയത്. വെൽക്കമിംഗ് സ്പീച്ചും അവർ നല്ല രീതിയിൽ നടത്തി. ബിയോവുൾഫ് എല്ലാവരോടുമായി അനൗൺസ് ചെയ്തു പറഞ്ഞു, ആരും പേടിക്കണ്ട, ആ രാക്ഷസനെ ഞങ്ങൾ കൊന്നിരിക്കും. അന്ന് രാത്രിയിൽ ഗ്രൻഡിൽ ആക്രമിക്കുമെന്ന പ്രതീക്ഷയോടെ ബിയോവുൾഫും സംഘവും പടച്ചട്ടകളൊക്കെ അണിഞ്ഞ് കാത്തിരുന്നു. ഹാളിന് വെളിയിലായി ഒരു പുരോഹിതൻ നിന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു. ഈ സമയത്താണ് ഗ്രൻഡിൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. പുറത്ത് പുരോഹിതനായ ബ്രാഡൻ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് കണ്ട് ഗ്രൻഡിൽ അവിടെ എത്തി. പക്ഷെ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് കണ്ടതും അയാൾ ആപത്തുണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ലെന്ന് തോന്നിയ ഗ്രൻഡിൽ അയാളെ ഒന്നും ചെയ്യാതെ നേരെ റോയൽ ഹാളിന്റെ ഭാഗത്തേക്ക് ചെന്നു. പക്ഷേ ഹാളിനുള്ളിൽ ഡെൻമാർക്കിലെ ആ നാട്ടുകാരല്ലാത്തവരുടെ
തരം മറ്റു മനുഷ്യരുടെ മണം ഗ്രൻഡിലിന് കിട്ടിയിരുന്നു. അതോടെ തന്റെ ശത്രുക്കളല്ല അകത്തുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ഗ്രൻഡിൽ റോയൽ ഹാളിന്റെ മുമ്പിൽ മൂത്രമൊഴിച്ച് അവിടെ നിന്നും മടങ്ങിപ്പോവുകയാണ്. ആദ്യം ഇതൊക്കെ തിരിച്ചറിഞ്ഞെങ്കിലും സോൾജേഴ്സ് ആക്രമണത്തിനായി കാത്തുനിൽക്കുകയായിരുന്നു. പക്ഷേ കുറച്ചായതും അവർക്ക് കൺഫ്യൂഷനായി. എന്താണ് ഗ്രൻഡിൽ അകത്തേക്ക് വരാത്തത്? ഒടുവിൽ വാതിൽ തുറന്നവർ പുറത്തേക്ക് ചാടി. അപ്പോഴേക്കും ഗ്രൻഡിൽ പോയി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ ഫാദർ ബ്രെൻഡൻ അടുക്കൽ ഗ്രൻഡിൽ ഇന്നലെ നിങ്ങൾ എന്താണൊന്നും ചെയ്യാതിരുന്നത് എന്ന് ബിയോവുൾഫും മറ്റുള്ളവരും ക്വസ്റ്റ്യൻ ചെയ്തു. ദൈവത്തിന്റെ സംരക്ഷണം കൊണ്ടാണ് തനിക്കൊന്നും പറ്റാതിരുന്നത് എന്നായിരുന്നു ബ്രെൻഡന്റെ മറുപടി. അയാളുടെ വാക്കുകൾ ബിയോവുൾഫിനെയും സംഘത്തെയും ഇംപ്രസ് ചെയ്യിച്ചിരുന്നു. അധികം വൈകാതെ ബിയോവുൾഫും സംഘവും മലനിരകളിലേക്ക് ഗ്രൻഡിലിനെ തിരിഞ്ഞ് പുറപ്പെട്ടു. പക്ഷേ ആ പാത അത്ര എളുപ്പമുള്ളതൊന്നുമായിരുന്നില്ല. വഴിയിൽ ഗ്രൻഡിൽ അവർക്കായി ഒരുക്കി വെച്ചിരുന്ന കെണിയിലും അവർ പെട്ടുപോയി. കലമാൻ കൊമ്പുകൾ വെച്ച് ക്രിയേറ്റ് ചെയ്ത ആ കെണി കണ്ടതും ഗ്രൻഡിൽ വെറും ഒരു മണ്ടനായ രാക്ഷസനല്ല, ഇന്റലിജന്റായ ഒരു വ്യക്തി കൂടിയാണ് എന്നവർ തിരിച്ചറിയുകയായിരുന്നു. അവർ മുമ്പോട്ടേക്ക് വീണ്ടും സഞ്ചരിച്ചു. ഒടുവിൽ മഞ്ഞു വീണ് കിടക്കുന്ന മലനിരയുടെ മുകളിലെത്തി. അവിടെങ്ങും ഗ്രൻഡിലിനെ കണ്ടുകിട്ടുന്നുണ്ടായിരുന്നില്ല. അവർ കൊണ്ടുവന്ന വിഭവങ്ങളും ഏറെക്കുറെ തീരാറായി. അതോടെ തിരച്ചിൽ അവസാനിപ്പിച്ച് തിരികെ ഗ്രാമത്തിലേക്ക് പോവാൻ അവർ തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് ഗ്രൻഡിലാകട്ടെ താൻ വെട്ടിയെടുത്ത ശത്രുക്കളുടെ തലയോട്ടികൾ കൊണ്ട് ഒരു വിനോദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറുവശത്ത് ഗ്രാമത്തിലാകട്ടെ ഗ്രൻഡിലിനെതിരെയുള്ള ഭീതി വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരുന്നു. ബ്രെൻഡൻ രക്ഷപ്പെട്ട വാർത്ത തീ പോലെ ഗ്രാമത്തിൽ പടർന്നു പിടിച്ചു. പലരും സുരക്ഷയെ ഓർത്ത് ദൈവത്തിൽ അഭയം തേടി മാമോദിസ മുങ്ങി. ബിയോവുൾഫ് ഹോത്ഗാറിനെ കണ്ടു. കാര്യങ്ങൾ സംസാരിച്ചു. ഹോത്ഗാർ പറഞ്ഞു, എന്റെ ജനങ്ങൾ സമാധാനത്തിനായി വിശ്വാസത്തെ കൂടെ പിടിക്കുകയാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നുമാവില്ല. വിശ്വാസത്തിനൊപ്പം പ്രവൃത്തി കൂടി ഇവിടെ സംഭവിക്കണം. പിന്നാലെ ബിയോവുൾഫ് വിച്ചായ സൽമയെ കാണാൻ പോയി. സൽമയ്ക്കടുത്തു നിന്നും ഉത്തരങ്ങൾ അറിയാനായിരുന്നു ബിയോവുൾഫിന്റെ ശ്രമം. എന്തുകൊണ്ടാണ് ആ രാക്ഷസൻ അവരെ ആക്രമിക്കുന്നത് എന്നായിരുന്നു അവൻ അറിയേണ്ടിയിരുന്നത്. പക്ഷേ കൃത്യമായ ഉത്തരം സൽമ പറഞ്ഞില്ല. ഹ്രോദ്ഗാറും ഡെൻമാർക്കും ശാപം കിട്ടിയവരാണ് എന്ന് മാത്രം അവൾ പറഞ്ഞു. ബിയോവുൾഫിനും ഒന്നുമങ്ങും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ബിയോവുൾഫ് തിരികെത്തി ഹ്രോദ്ഗാറുമായി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഗ്രൻഡിൽ ഒരിക്കൽ പോലും കുട്ടികളെയോ സ്ത്രീകളെയോ പ്രായമായവരെയോ ഉപദ്രവിച്ചിട്ടില്ല. ഗ്രൻഡിലിനെതിരെ പൊരുതിയവരെ മാത്രമാണ് അവനും കൊന്നിട്ടുള്ളത്. അതായത് വളരെ മികച്ച പ്രതിപക്ഷ ബഹുമാനം കാണിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം, നീതിയോടെയുള്ള ഒരു യുദ്ധം. അതോടെ ബിയോവുൾഫ് കൂടുതൽ സംശയത്തിലായി. ഇത്രയും നീതിയോടെ ഒരാൾ പോരാടണമെങ്കിൽ അല്ലെങ്കിൽ ആക്രമണം നടത്തണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും വലിയ കാരണം കാണും. അതെന്തായിരിക്കും? ഹ്രോദ്ഗാറിനോട് തന്നെ ബിയോവുൾഫ് അതിനെപ്പറ്റി ചോദിച്ചു. പക്ഷേ ഹ്രോദ്ഗാർ ആ ചോദ്യത്തെ തന്നെ കളിയാക്കി ബിയോവുൾഫിനെ മടക്കി അയച്ചതേയുള്ളൂ. അതോടെ സെൽമ പറഞ്ഞ വാക്കുകളിൽ എന്തോ കാര്യമുണ്ട് എന്നുകൂടി ബിയോവുൾഫ് ചിന്തിക്കാൻ ആരംഭിച്ചു. അന്ന് രാത്രിയിലും ബിയോവുൾഫും സംഘവും കാത്തിരുന്നു. ഗ്രൻഡിലിന്റെ ശബ്ദം പുറത്തു കേട്ടു. ആയുധവുമായി അവർ ചാടിയിറങ്ങിയെങ്കിലും ഗ്രൻഡിലിനെ എവിടെയെങ്ങും കണ്ടില്ല. ഗ്രൻഡിൽ ദൂരെ നിന്ന് ഓടിമറയുന്നത് നിഴൽ പോലെ അവർ നോക്കിക്കാണുകയും ചെയ്തു. അടുത്ത ദിവസം ബിയോവുൾഫ് വീണ്ടും സൽമയെ കാണാനെത്തി. സത്യങ്ങൾ അറിയാനുള്ള ഒരു മന്ത്രവാദ കർമ്മത്തിലൂടെ മുമ്പോട്ടേക്ക് പോകാം എന്ന തരത്തിൽ അവൻ സംസാരിച്ചു. അവരാ മന്ത്രവാദം ആരംഭിക്കുമ്പോഴേക്കും പുറത്തൊരു ശബ്ദം കേട്ടു. ബിയോവുൾഫ് ഓടിയിറങ്ങി നോക്കിയപ്പോ കണ്ടത് ഗ്രൻഡിൽ ദൂരെയായി ഓടിപ്പോകുന്നതായിരുന്നു. ഉടൻ തന്നെ തന്റെ കുതിരയുമെടുത്ത് ഗ്രൻഡിൽ കയറിയ മലഞ്ചെരുവിന്റെ ഭാഗത്തേക്ക് ബിയോവുൾഫ് പുറപ്പെട്ടു. ഗ്രൻഡിൽ വലിയൊരു മല ആയാസരഹിതമായി കയറുകയായിരുന്നു. ബിയോവുൾഫിന് മനസ്സിലാവാത്ത ഏതോ ഭാഷയിൽ അയാൾ എന്തൊക്കെയോ പറയുന്നുമുണ്ട്. അങ്ങോട്ടേക്കെത്തിയ സെൽമ ഗ്രൻഡിൽ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തു. നിങ്ങളൊരു ഡാനിഷ്കാരനല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാനും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് ശത്രുതയുമില്ല എന്നായിരുന്നു ഗ്രൻഡിൽ പറഞ്ഞത്. ദേഷ്യമെന്ന ബിയോവുൾഫ് ഞാൻ ഈ ഡാനിഷ് മണ്ണിലാണ് പിറന്നു വീണത് എന്നലറി. ഗ്രൻഡിൽ മുറുമുറപ്പോടെ ദേഷ്യത്തോടെ ഒച്ചയുണ്ടാക്കി അവിടെ നിന്ന് മറയുകയും ചെയ്തു. ബിയോവുൾഫ് പിന്നാലെ സെൽമയുടെ പുറകെ ചെന്നു. സെൽമയുടെ വീടിന്റെ സമീപം ഗ്രൻഡിലിന്റെ പ്രസൻസ് അങ്ങനെ ഉള്ളതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എനിക്കതിന് കുഴപ്പമില്ല. ഗ്രൻഡിലും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് ഗ്രൻഡിൽ വരുന്നത്. എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഗ്രൻഡിലാണ് എന്ന് സെൽമ പറഞ്ഞു. അപ്പോഴാണ് ചില കാര്യങ്ങൾ ബിയോവുൾഫ് മനസ്സിലാക്കുന്നത്. ഗ്രൻഡിൽ ഒരു തവണ സെൽമയുമായി സ്നേഹബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിലടക്കം ഏർപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് നാട്ടിലെ പല ആളുകളും അവളെ ദുരുപയോഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഗ്രൻഡിൽ അവളുടെ സംരക്ഷണം ഏറ്റെടുത്തതോടെ നാട്ടുകാർ അവളെ ബോധർ ചെയ്യാറേയില്ല. നിലവിൽ അവൾ ഗ്രൻഡിലിന്റെ സംരക്ഷണത്തിലാണ്. പിന്നാലെ സെൽമ പറഞ്ഞു, ഗ്രൻഡിലിന്റെ ഈ പ്രവൃത്തിക്ക് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. വെറുതെ ആളുകളെ കൊല്ലുകയല്ല ഗ്രൻഡിൽ ചെയ്യുന്നത്. പിന്നാലെ ബിയോവുൾഫും ഹ്രോദ്ഗാറും കണ്ട് സംസാരിച്ചു. ഗ്രൻഡിൽ എന്തായാലും ഇപ്പോൾ ആക്രമണം നടത്താത്തതിന്റെ കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ കൃത്യമായൊരു സമയം നോക്കിയിരിക്കുകയായിരിക്കും അവൻ എന്ന മട്ടിൽ അവർ തമ്മിൽ സംസാരമുണ്ടായി. ഹ്രോദ്ഗാറും അത് സമ്മതിച്ചു. ഈ നാളുകൾ കൊണ്ട് ഹ്രോദ്ഗാർ വല്ലാതെ വീക്കായി കഴിഞ്ഞിരുന്നു. മാനസികമായി വീക്കായ അയാൾ ഒടുവിൽ ബ്രെൻഡന്റെ വഴി സ്വീകരിച്ച് മാമോദിസ മുങ്ങി വിശ്വാസിയായി മാറി. അടുത്ത ദിവസം ഒരു സംഗതി നടന്നു. കുട്ടികൾ ഒരാളെ വല്ലാതെ കല്ലെറിയുകയായിരുന്നു. കൃത്യസമയം അങ്ങോട്ടേക്കെത്തിയ ബിയോവുൾഫ് അയാളെ രക്ഷപ്പെടുത്തി. അയാളാണ് ഗ്രൻഡിലിനെ ഗ്രാമത്തിലേക്ക് ആകർഷിപ്പിച്ചെത്തിച്ചത് എന്നായിരുന്നു കുട്ടികൾ കല്ലെറിന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും കുട്ടികളെ മടക്കി അയക്കാൻ ബിയോവുൾഫിന് കഴിഞ്ഞു. തന്നെ രക്ഷിച്ചതിനുള്ള നന്ദി സൂചകമായി അയാൾ ബിയോവുൾഫിനോട് അത്രനാളും അയാൾ സൂക്ഷിച്ചൊരു രഹസ്യം പറഞ്ഞു. ഗ്രൻഡിലിൽ എവിടെയാണ്, ഏതു മലയിടുക്കിലാണ് താമസിക്കുന്നത് എന്നായിരുന്നു അത്. അതറിഞ്ഞതും അധികം വൈകാതെ അയാളെയും കൂട്ടി ബിയോവുൾഫും സംഘവും ആ മലനിരകളിലേക്ക് പുറപ്പെട്ടു. വളരെ ഉയരത്തിലുള്ള ഒരു ഗുഹയായിരുന്നു അത്. അങ്ങോട്ടേക്ക് ഒരു സൈനികനെ അയക്കാൻ ബിയോവുൾഫ് ശ്രമിച്ചെങ്കിലും അവർക്കാർക്കും അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ സാധിച്ചില്ല. വളരെയധികം തെന്നലും മറ്റുമുള്ള ഒരു മലയിടുക്കായിരുന്നു അത്. അങ്ങോട്ടേക്കൊന്നും ആർക്കും തന്നെ കയറാൻ പറ്റില്ല എന്ന തരത്തിൽ ചിന്തിച്ച് അവർ തിരികെ പോരാൻ ഒരുങ്ങി. പിന്നാലെ ആ പട്ടാളക്കാരിൽ ചിലർ അവിടെ മൂത്രമൊഴിച്ചു. അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ വ്യക്തിക്ക് അത് കണ്ടു വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. അവിടെ നിന്ന് തിരികെയുള്ള യാത്രയിൽ ബിയോവുൾഫ് ഒന്ന് ശ്രദ്ധിച്ചു. ആ മലയിടുക്കിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു ചെറിയ കുട്ടി. പക്ഷേ മറ്റുള്ളവർ കാണുന്നതിനു മുമ്പേ ആ കുട്ടി ഗുഹയ്ക്കകത്തേക്ക് മറഞ്ഞു. ആ സമയമാണ് ഒന്ന് സംഭവിച്ചത്. കടലിനടിയിലൂടെ ഒരു വെളുത്ത ശരീരം, ഒരു വെളുത്ത കൈ പൊന്തി വന്നു. ആ മലയിൽ മൂത്രമൊഴിച്ച് ആ പട്ടാളക്കാരനുണ്ടല്ലോ, അയാളെ വലിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ അത് ശ്രമിച്ചു. മറ്റുള്ളവർ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് ആ പട്ടാളക്കാരന്റെ ജീവൻ രക്ഷപ്പെട്ടു. അത് സീഹാഗായിരുന്നു. അന്ന് രാത്രിയിൽ ബിയോവുൾഫ് വല്ലാതെ അസ്വസ്ഥനായി. ഉറങ്ങാൻ കിടന്നാലുമൊക്കെ താനെന്ന് പകലിൽ കണ്ട് ആ കുട്ടിയുടെ മുഖം ഓർമ്മയിലേക്ക് വരുന്നു. സ്വപ്നത്തിൽ തെളിയുന്നു. ആ കുട്ടി ഒരു വാളേന്തി നിൽക്കുന്ന ദൃശ്യം. അടുത്ത ദിവസം പുലർച്ചെ ഗ്രാമത്തിൽ ഒരു വാർത്ത പടർന്നു പിടിക്കാൻ തുടങ്ങി. തലേന്ന് ബിയോവുൾഫിനെയും സംഘത്തെയും ഗ്രൻഡിലിന്റെ ഗുഹയെന്ന് പറഞ്ഞ ഗുഹയിലേക്ക് കൊണ്ടുപോയല്ലോ, അയാൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ബിയോവുൾഫും സംഘവും അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. അപ്പോൾ അത് സത്യമാണ്. ഗ്രൻഡിൽ ഒരുപക്ഷെ താമസിക്കുന്നത് അവിടെയായിരിക്കാം എന്നവർ അതോടെ വീണ്ടും ഊഹിച്ചു. വീണ്ടും അങ്ങോട്ടേക്ക് പുറപ്പെടാൻ അവർ തയ്യാറായി. ഇത്തവണ ആ മലയിലേക്ക് കയറാൻ വേണ്ട സാധന സാമഗ്രികളുമായിട്ടായിരുന്നു അവർ പോയത്. ഒരു തരത്തിൽ അവർ ആ ഗുഹയ്ക്കകത്തെത്തി. ആ ഗുഹയ്ക്കുള്ളിൽ നിരവധി മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതലും ദ്രവിച്ച് എല്ലുകൾ മാത്രമായി മാറിയിരിക്കുന്നു. പലതിലും ഇപ്പോഴും പടച്ചട്ടകൾ പോലുമുണ്ട്. ഗ്രൻഡിൽ പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിലുണ്ടായിരുന്നൊരു പട്ടാളക്കാരൻ അവിടെ സൂക്ഷിച്ചിരുന്ന, ഗ്രൻഡിൽ പൂജിച്ചിരുന്ന അവന്റെ അച്ഛന്റെ വെട്ടിയെടുത്തിരുന്ന ആ തല കണ്ടു. മമ്മിഫൈഡായ ആ തലയെടുത്ത് ആ പട്ടാളക്കാരൻ അടിച്ചുടച്ചു. അതൊരു ശാപം പോലായി മാറുമോ എന്ന് ബിയോവുൾഫ് ഭയപ്പെട്ടിരുന്നു. എന്തായാലും അവിടെ നിന്ന് അവർ തിരികെ പോന്നു. ബിയോവുൾഫ് സൽമയെ കാണാനെത്തി. സൽമയും ഗ്രൻഡിലും തമ്മിൽ കണക്ഷനുണ്ട് എന്ന കാര്യം ബിയോവുൾഫിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. സഹായം ചോദിക്കാനായിരുന്നു ബിയോവുൾഫ് സൽമയുടെ അടുത്തെത്തിയത്. പക്ഷേ സഹായിക്കില്ല എന്ന് സൽമ പറഞ്ഞു. അതോടെ ദേഷ്യം വന്ന ബിയോവുൾഫ് സൽമയെ ബലമായി പിടിച്ചുകെട്ടി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. ആ മലയുടെ സമീപം നിന്നായിരുന്നു അതൊക്കെ അയാൾ ചെയ്തത്. അത് കണ്ടിട്ടാണെങ്കിലും ഗ്രൻഡിൽ പുറത്തേക്ക് വരും എന്നയാൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഗ്രൻഡിൽ എന്നിട്ടും പുറത്തേക്ക് വന്നില്ല. ഒടുവിൽ നിരാശനായി ബിയോവുൾഫ് അവളെ അവിടെ വിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞായിരുന്നു ഗ്രൻഡിൽ തന്റെ ഗുഹയിലേക്ക് മടങ്ങിയെത്തുന്നത്. തന്റെ അച്ഛന്റെ തലയോട്ടിയടക്കം തകർത്തിട്ടിരിക്കുന്ന കണ്ട് ഗ്രൻഡിൽ രോഷം കൊണ്ട് വിറച്ചു. അന്ന് രാത്രിയിൽ ഗ്രൻഡിൽ ഗ്രാമത്തിൽ കടന്ന് ആക്രമണം നടത്തി. ഗാർഡുകളെ കൊന്ന് റോയൽ ഹാളിലേക്കും ഗ്രൻഡിൽ എത്തിച്ചേർന്നു. ബിയോവുൾഫിന്റെ സംഘവും മറ്റും ഗ്രൻഡിലിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഭീമാകാരന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റുന്നേയുണ്ടായിരുന്നില്ല. ഗ്രൻഡിൽ പ്രധാനമായും ടാർഗറ്റ് ചെയ്തത് തന്റെ അച്ഛന്റെ തലയൊട്ടിയൊടിച്ച ആ പട്ടാളക്കാരനെ തന്നെയായിരുന്നു. അയാളെ കൊന്ന ശേഷം മടങ്ങിപ്പോവാൻ ഗ്രൻഡിൽ ശ്രമിക്കുമ്പോഴേക്കും ബിയോവുൾഫും സംഘവും ചാടി വീണു. ഒടുവിൽ അവരെയൊക്കെ തെറിപ്പിച്ച് റൂഫ് വഴി കയറിപ്പോകാൻ ഗ്രൻഡിൽ ശ്രമിക്കുമ്പോഴേക്ക് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങലക്കിണിയിൽ കുടുങ്ങി. അങ്ങനെ പിടികൊടുക്കാൻ ഗ്രൻഡിൽ ഒരുക്കമായിരുന്നില്ല. കുടുങ്ങിയ തന്റെ കൈ തന്നെ വെട്ടി അവിടെ ഉപേക്ഷിച്ച് തന്റെ ശരീരവുമായി ഗ്രൻഡിൽ നടന്ന് സമുദ്രതീരത്തേക്ക് പോയി. കൈവെട്ടിയതുകൊണ്ട് അവിടെ നിന്നും രക്തം വളരെയധികം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഗ്രൻഡിൽ ആ സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു വെള്ളക്കൈ വന്ന് ഗ്രൻഡിലിനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ടുപോയി. അത് സീഹാഗായിരുന്നു. അടുത്ത ദിവസം റോയൽ ഹാളിലേക്ക് ഹ്രോദ്ഗാറും മറ്റും വന്നു. കൊല്ലപ്പെട്ട സൈനികന്റെ മൃതദേഹം നീക്കം ചെയ്യുകയായിരുന്നു. ഹ്രോദ്ഗാറിനോട് ഇനിയെങ്കിലും സത്യം പറയണം എന്ന് ബിയോവുൾഫ് ആവശ്യപ്പെട്ടു. ഹ്രോദ്ഗാർ ഒടുവിൽ ആ കാര്യം പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഗ്രൻഡിലിന്റെ അച്ഛനെ കൊന്നു. അയാൾ ഞങ്ങളുടെ തുറമുഖത്ത് നിന്ന് ഒരു മീൻ മോഷ്ടിച്ചിരുന്നു. അതിന്റെ പേരിലായിരുന്നു അവനെ ഞങ്ങൾ കൊന്നത്. അന്ന് ഈ കുട്ടിയായ ഗ്രൻഡിലിനെ ഞാൻ കണ്ടതാണ്. പക്ഷേ സിമ്പതി തോന്നി അവനെ വെറുതെ വിട്ടു. അത് കേട്ടതും ബിയോവുൾഫ് ഞെട്ടിയിരുന്നു.
ഗ്രിൻഡലിന്റെ ഭാഗത്താണ് യഥാർത്ഥ നീതിയുള്ളത് എന്നയാൾ തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ രക്തത്തുള്ളികളെ ഫോളോ ചെയ്ത് ബിയോവുൾഫും സംഘവും സമുദ്ര തീരത്തേക്കെത്തി. അവിടെ ഗ്രിൻഡലിനെ കാണുന്നേയുണ്ടായിരുന്നില്ല. ഗ്രിൻഡൽ കൊല്ലപ്പെട്ടിരിക്കും എന്ന് തന്നെ ബിയോവുൾഫ് വിലയിരുത്തി. കൈമുറിച്ചത്രയും രക്തം നഷ്ടപ്പെട്ട ഒരാൾക്കും തിരികെ ജീവൻ ലഭിക്കാൻ സാധ്യതയില്ല. ഗ്രിൻഡൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഗ്രാമത്തിൽ പടർന്നു പിടിച്ചു. ഏവരും വലിയ സന്തോഷത്തിലായിരുന്നു. ഗ്രിൻഡലിന്റെ വെട്ടുവീണ കൈയെടുത്ത് അത് വലിയ ട്രോഫി പോലെ ഡാനിഷുകാർ കൊണ്ടാടി. അവിടെ വലിയ വിരുന്ന് തന്നെ ഒരുക്കപ്പെട്ടു. പക്ഷേ ബിയോവുൾഫിന് വലിയ കുറ്റബോധമായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. ഗ്രിൻഡലിന്റെ ഭാഗത്ത് നീതിയുണ്ടായിരുന്നു എന്നാണ് ബിയോവുൾഫ് ചിന്തിക്കുന്നത്. ബിയോവുൾഫ് അതുകൊണ്ട് തന്നെ ആ സെലിബ്രേഷനിൽ പങ്കുകൊള്ളാതെ നേരെ പുറത്തേക്ക് പോയി. നേരെ പോയത് സെൽമയെ കാണാനായിരുന്നു. അന്ന് സെൽമയും ബിയോവുൾഫും കുറേയധികം സംസാരിച്ചു. ഗ്രിൻഡൽ നാട്ടുകാരുടെ ഉപദ്രവത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചതും സംരക്ഷിച്ചതുമായ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു. ഗ്രിൻഡലിനും അവൾക്കും ഒരു കുട്ടിയുണ്ടെന്നും വെളിപ്പെടുത്തി. ആ രാത്രി സെൽമയും ബിയോവുൾഫും ഒന്നിച്ച് ചിലവഴിച്ചു. ഇതേസമയം ഗ്രാമത്തിൽ മറ്റൊന്ന് സംഭവിക്കുകയായിരുന്നു. സമുദ്രത്തിൽ നിന്നും വിളറിവിളുത്ത രൂപമുള്ള ഒരു ജീവി കയറി വന്നു. മനുഷ്യരൂപമുള്ള ഒരു ജീവി. അത് സീഹാഗ് ആയിരുന്നു. കയറി വന്ന സീഹാഗ് ഗ്രാമത്തിലുള്ളവരെ ഓരോന്നായി കൊലപ്പെടുത്തി. റോയൽ ഹാളിലേക്ക് കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സൈനികരെയും വകവരുത്തി. വൃദ്ധയുടെ രൂപമുള്ള ആ സീഹാഗ് യാഥാർത്ഥ്യത്തിൽ ഗ്രിൻഡലിന്റെ അമ്മയായിരുന്നു. അവർ ട്രോഫി പോലെ പൊക്കിപ്പിടിച്ചു നടന്നിരുന്ന ഗ്രിൻഡലിന്റെ വെട്ടുവീണ കൈ സീഹാഗ് എടുത്ത് അതുമായി സമുദ്രത്തിലേക്ക് മറഞ്ഞു. മിസ്റ്റീരിയസ് ആയ ഒരു കുട്ടി അത് നേരിട്ട് കണ്ടിരുന്നു. ആ കുട്ടി സെൽമയ്ക്കടുത്തേക്ക് ഓടിച്ചെന്നു. ബിയോവുൾഫ് ആ കുട്ടിയെ ചെറുതായി കണ്ടിരുന്നു. പക്ഷേ സെൽമ പെട്ടെന്ന് അവളെ ഒളിപ്പിച്ചു. ഹ്രോത്ഗാർ തന്റെ സൈനികരടക്കം കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ട് വല്ലാതെ വെറുപിടിച്ചിരുന്നു. പ്രതികാരത്തിനായി അയാളുടെ മനസ്സലറി. ഒടുവിൽ തന്റെ പടയുമായി ബിയോവുൾഫും സംഘവുമായി ഹോത്ഗാർ മലയിടുക്കിലേക്ക് പുറപ്പെട്ടു. വീണ്ടും അവർ ഗ്രിൻഡലിന്റെ ആ ഗുഹയ്ക്കകത്ത് കയറി. അതിനുള്ളിൽ ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. ആ കുളം മറ്റെങ്ങോട്ടെങ്കിലും നയിക്കുന്നുണ്ടോ എന്നറിയുവാൻ അവർ അതിലൂടെ മുങ്ങിയിറങ്ങി. ബിയോവുൾഫായിരുന്നു ആദ്യം അത് ചെയ്തത്. ആ കുളത്തിന്റെ മറുഭാഗം ചെന്നു നിന്നത് ഒളിപ്പിക്കപ്പെട്ട രീതിയിലുള്ള മറ്റൊരു ഗുഹയിലേക്കായിരുന്നു. അതിനുള്ളിൽ ഗ്രിൻഡലിന്റെ മൃതദേഹം ബിയോവുൾഫ് നോക്കിക്കണ്ടു. പെട്ടെന്നായിരുന്നു സീഹാഗ് അങ്ങോട്ടേക്ക് കടന്നുവന്ന് ബിയോവുൾഫിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഒരു തരത്തിൽ തിരികെ ആക്രമിച്ച് സീഹാഗിനെ ബിയോവുൾഫ് കൊലപ്പെടുത്തി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മിസ്റ്റീരിയസ് ആയ ആ കുട്ടി ചാടി വീണു. കയ്യിൽ ആയുധവുമുണ്ട്. അവന്റെ രൂപവും മറ്റും കണ്ടതും അത് ഗ്രിൻഡലിന്റെയും സെൽമയുടെയും മകനാണ് എന്ന് ബിയോവുൾഫ് മനസ്സിലാക്കി. ആ കുട്ടിയെ ഒന്നും ചെയ്യരുത് എന്ന് ബിയോവുൾഫ് ഉറപ്പിച്ചു. പിന്നാലെ ഗ്രിൻഡലിന്റെയും സീഹാഗിന്റെയും മൃതദേഹ സംസ്കരണം എല്ലാവിധ ബഹുമാനത്തോടെയും ബിയോവുൾഫും സംഘവും നടത്തി. ഗ്രിൻഡലിന്റെ മകനും ദൂരെ നിന്നതിന് സാക്ഷിയാകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം അവർ മടങ്ങാൻ തുടങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് ബിയോവുൾഫ് സെൽമയുടെ അടുത്തെത്തി. തന്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ സെൽമ പറഞ്ഞു, ഞാൻ വരുന്നില്ല. നിങ്ങൾ ഗ്രിൻഡലിനെ കൊന്നു. എന്റെയും അവന്റെയും മകനെ ഒരു അനാഥനാക്കി. ബിയോവുൾഫ് അവനെ സംരക്ഷിക്കണം. ഹ്രോത്ഗാറിന്റെ കണ്ണിൽ അവൻ പെടരുത് എന്ന് സെൽമയെ അറിയിച്ചു. അവിടെ നിന്ന് പോന്ന അയാൾ നദിക്കരയിൽ ഗ്രിൻഡലിന് വേണ്ടി ഒരു സ്മാരകം തീർത്തു. ഒരിക്കലും തനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന തന്റെ എതിരാളിയോടുള്ള ബഹുമാനാർത്ഥമായിരുന്നു അത്. അയാളുടെ ഉള്ളിൽ അപ്പോഴും ഗ്രിൻഡലിനെ കൊന്നതിലുള്ള കുറ്റബോധമുണ്ടായിരുന്നു. അധികം വൈകാതെ ബിയോവുൾഫും സംഘവും അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ദൂരം മലഞ്ചെരുവിൽ നിന്ന് സെൽമയും കുട്ടിയും അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം ആ ദൃശ്യത്തോടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.